ക്രെഡിറ്റ് കാർഡിന് വേണ്ടി അപേക്ഷിച്ച് പരാജയപ്പെട്ടവരാണോ നിങ്ങൾ? എങ്കിൽ ഒരു സംഗതി പറഞ്ഞു തരാം. ബാങ്കുകൾ ചിലവിനായുള്ള പണം മുൻകൂറായി ഇടപാടുകാരന് നൽകുന്നതാണ് ക്രെഡിറ്റ് കാർഡ്. അപേക്ഷിക്കുന്ന എല്ലാവർക്കും തന്നെയും ക്രെഡിറ്റ് കാർഡൊന്നും ലഭിക്കുന്നില്ല. അതെന്താണ് അങ്ങനെ? യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരാൾക്ക് പണം എടുത്തു കൊടുക്കുമ്പോൾ ഏറ്റവും ബേസിക്കായി അയാളുടെ സാമ്പത്തിക ഭദ്രതയും ചുറ്റുപാടും ഒക്കെ നിങ്ങളൊന്ന് നോക്കില്ലേ? ക്രെഡിറ്റ് സ്കോർ, തിരിച്ചടവ്, സാമ്പത്തിക അച്ചടക്കം മുതലായി നിങ്ങളുടെ പണമിടപാടിലെ സകലമാന ചരിത്രവും ബാങ്ക് പരിശോധിക്കും. കൂടാതെ നിങ്ങളൊരു എംപ്ലോയി ആണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ സാമ്പത്തിക ഭദ്രത, മാസാമാസം നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം കൃത്യമായിട്ടാണോ വരുന്നത് എന്നിവയിലൂടെയെല്ലാം ബാങ്ക് ഒന്ന് കണ്ണോടിക്കും. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ക്രെഡിറ്റ് കാർഡിനുള്ള അപേക്ഷ തള്ളിപ്പോകുന്നവർക്ക് ക്രെഡിറ്റ് കാർഡ് ലഭിക്കാനുള്ള ഒരു പോംവഴിയാണ് സ്ഥിര നിക്ഷേപം. അപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നാം, നിക്ഷേപിക്കാനൊക്കെ പണം കയ്യിലുള്ളവർക്ക് എന്തിനാണ് ക്രെഡിറ്റ് കാർഡ്? ക്രെഡിറ്റ് കാർഡിന്റെ സൗകര്യവും ഉപയോഗവും സ്ഥിര നിക്ഷേപത്തിനില്ല എന്നതാണ് ഇതിന് കാരണം. ക്രെഡിറ്റ് കാർഡിന് വേണ്ടി മാത്രം സ്ഥിര നിക്ഷേപം നടത്തിയാലും സംഗതി ലാഭമാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബാങ്കിൽ സ്ഥിര നിക്ഷേപമുണ്ടെങ്കിൽ നിങ്ങളൊരു സ്ഥിര വരുമാനക്കാരനല്ലെങ്കിൽ കൂടെയും നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ലഭിക്കും. FDയുടെ ഈടിലാണ് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് അനുവദിക്കുന്നതെങ്കിൽ സ്രോതസ് അവിടെ ഒരു വിഷയമല്ല. 15,000 മുതലുള്ള നിക്ഷേപമാണ് ക്രെഡിറ്റ് കാർഡിനായി പരിഗണിക്കുന്നത്. നിക്ഷേപ തുക വർദ്ധിക്കുന്നതിനനുസരിച്ച് തന്നെ ക്രെഡിറ്റ് കാർഡ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്ന വായ്പയുടെ പരിധിയും വർദ്ധിക്കുന്നു. നിക്ഷേപ തുകയുടെ 80% മുതൽ 90% വരെയാണ് നിങ്ങൾക്ക് വായ്പയായി ലഭിക്കുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ 1 ലക്ഷം രൂപയാണ് ബാങ്കിൽ നിക്ഷേപിച്ചതെങ്കിൽ 80,000 രൂപ വരെ എടുക്കാൻ കഴിയുന്ന ക്രെഡിറ്റ് കാർഡ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. പിന്നെ പ്രധാനമായും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ തുക അത്ര എളുപ്പത്തിലൊന്നും നിങ്ങൾക്ക് പിൻവലിക്കാൻ കഴിയില്ല. കാരണം ഈ ക്രെഡിറ്റ് കാർഡ് ഓടുന്നത് നിങ്ങൾ നിക്ഷേപിച്ച തുകയുടെ പിൻബലത്തിലായിരിക്കും. ക്രെഡിറ്റ് കാർഡിന്റെ അടവ് മുടങ്ങുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ നിക്ഷേപ തുകയിൽ നിന്നായിരിക്കും ബാങ്ക് പണം തിരിച്ചെടുക്കുന്നത്. സ്ഥിര നിക്ഷേപത്തിലൂടെ ലഭിക്കുന്ന ക്രെഡിറ്റ് കാർഡിന്റെ ഏറ്റവും വലിയ മെച്ചം എന്താണെന്ന് വെച്ചാൽ, ബാങ്കിന് റിസ്ക് കുറവായതുകൊണ്ട് തന്നെ നിങ്ങൾക്കുണ്ടാവുന്ന പലിശ നിരക്കും കുറവായിരിക്കും. സാധാരണ കാർഡുകളിൽ പണം വായ്പയായിട്ടാണ് നൽകുന്നത്. റിസ്ക് കൂടുന്നതിനാൽ പലിശ നിരക്കും കൂടും. ഒന്നോർത്താൽ മതി, ക്രെഡിറ്റ് കാർഡ് വായ്പ പലിശ നിരക്ക് 36% മുതൽ വാർഷിക പലിശ ഈടാക്കുമ്പോൾ ഇവിടെ 24% മുതലാണ് പലിശ, 10% കുറവ്. സ്ഥിര നിക്ഷേപം എന്നത് ക്രെഡിറ്റ് കാർഡ് ലഭിക്കാനുള്ള ഏറ്റവും സിമ്പിളും പവർഫുള്ളുമായിട്ടുള്ള ഒരു വഴിയാണ്. അപ്പോൾ അതാണ് കാര്യം.